1,25,00,000 രൂപയിലധികമാണ് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില. എന്തുകൊണ്ടാണ് വാച്ചസിന് ഇത്രയും വില വരാനുള്ള കാരണം? ഗോൾഡാണ് അല്ലെങ്കിൽ അതിൽ പ്ലാറ്റിനം ഡയൽ ഉണ്ടെന്ന്. സത്യത്തിൽ ഇതൊന്നുമല്ല. അങ്ങനെയൊക്കെ വഴിയില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നൊരു കാര്യമാണ് ഏറ്റവും എക്സ്പെൻസീവായ വാച്ചസ് ഏതൊക്കെയാണ്, അതുപോലെ പതെക് ഫിലിപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പതെക് ഫിലിപ്പ് വാച്ചസ് ആണ് നമ്മളിപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ഹിസ്റ്ററി ഉള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പതെക് ഫിലിപ്പാണ്. ഇത് 5968A എന്ന് പറയുന്ന അക്വാനോട്ട് സീരീസിൽ വരുന്ന ഒരു വാച്ചാണ്. ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ആദ്യം പറയാം. ഇതൊന്ന് സ്റ്റീലിലാണ് ഈ വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇത് ബ്ലാക്ക് സ്ട്രാപ്പിലാണ് സാധാരണ വരാറുള്ളത്. ഇതുപോലെ ബ്ലാക്ക് സ്ട്രാപ്പിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് എക്സ്ട്രാ സ്ട്രാപ്പ് വരുന്നുണ്ട്. വിത്ത് ഓറഞ്ച് ഹാൻഡ്സ് ആണ് വരുന്നത്. അതേപോലെ ഒരു ക്രോണോഗ്രാഫ് വാച്ചാണ് ഇത്. അപ്പോൾ ഇതിൽ ഒരു 308 കമ്പോണൻസ് ആണ് ഈ മെഷീനറീസിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ മെഷീൻ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റിന് 308 സ്മോൾ ചെറിയ കമ്പോണൻസ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഈ മെഷീൻ ഉണ്ടാക്കിയത്. ഫ്ലൈ ബാക്ക് ക്രോണോഗ്രാഫാണ് വാച്ച്. ഇത്രയാണ് വാച്ചിനെ കുറിച്ച്, ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ തന്നെ പല ഇതുണ്ട്. ഗോൾഡ് വാച്ച് ഉണ്ട്, ഇതിൽ വിത്തൗട്ട് ക്രോണോഗ്രാഫ് ഉണ്ട്, സ്റ്റീൽ വാച്ച് ഉണ്ട്. ഇതിലൊക്കെ കൂടുതൽ പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നതാണ് എന്തുകൊണ്ടാണ് വാച്ചസിന് ഇത്രയും വില വരാനുള്ള കാരണം. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഗോൾഡാണ് അല്ലെങ്കിൽ അതിൽ പ്ലാറ്റിനം ഡയൽ ഉണ്ടെന്ന്. സത്യത്തിൽ ഇതൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വാച്ചിൻ്റെ ഹിസ്റ്ററിയാണ്. വാച്ച് മേക്കിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു പാഷനാണ്. നമ്മൾ ലക്ഷറി കാർസിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പാഷനാണ് ഈ വാച്ച് കളക്ടിങ് എന്ന് പറയുന്നത്. ശരിക്കും വാച്ച് കളക്ടേഴ്സാണ് ഈ വാച്ചസിൻ്റെ ഓരോ സീരീസും അവർ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മളൊരു ഓതറൈസ്ഡ് ഡീലർ എടുത്ത് നമ്മൾ ഹിസ്റ്ററിയുള്ള കസ്റ്റമർ ആയിരിക്കണം. കാലങ്ങളായിട്ട് നമ്മൾ വാച്ചുകൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഓരോ സീരീസ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചില മോഡൽസൊക്കെ പതെക് കിട്ടുക. എസ്പെഷ്യലി നോട്ടിലെസ് മോഡൽസ്, ഈ ഒരു ഒക്ടോഗണൽ ഷേപ്പിലുള്ള വാച്ചസ് ആണ് നോട്ടിലെസ് മോഡൽസ്. 1976 തൊട്ടാണ് ഈ മോഡൽസൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇറങ്ങിയിട്ടുള്ളത്. നോട്ടിലെസ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഈ വാച്ചസ് ഒരു കൊല്ലത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെൻഷൻ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ, അതായത് പിന്നെ അപ്രോക്സിമേറ്റ്ലി 50,000 to 70,000 വാച്ചസ് ആണ് ഒരു വർഷം പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ അത്രയും വേൾഡ് വൈഡിൽ അത്രയും ഉള്ള ഓതറൈസ്ഡ് ഏജൻസിൻ്റെ ഇടയിൽ നമുക്ക് എത്രയും ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് മാത്രം കുറച്ച് പീസുകൾ അലോക്കേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ വില. ഒന്നാമത് ഇതിപ്പോൾ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു, മാർക്കറ്റിൽ പല ആളുകൾക്കും ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇത് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മോഹ വില വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ഓതറൈസ്ഡ് ഏജൻറ്റ് അടുത്ത് ഇതിന് ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 50 lakh റുപ്പീസൊക്കെയാണ് ഓതറൈസ്ഡ് ഏജൻറ്റ് അടുത്തുള്ള വില ഇതിന് വരുള്ളൂ. പക്ഷേ ഈ സാധനം മാർക്കറ്റിൽ പോകുന്നത് അതിൻ്റെ 1 കോടി രൂപയിലധികം, 1,25,00,000 രൂപയിലധികമാണ് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ 5980 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് സ്റ്റീൽ, ഇതൊരു പ്രിയോണ്ട് വാച്ചാണ്. ഇതേപോലെ തന്നെ ഒരു ക്രോണോഗ്രാഫാണ്. ഇത് ഫ്ലൈങ് ബാക്ക് ക്രോണോഗ്രാഫാണ്. പിന്നെ 42.2 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇതിനൊരു സബ് ഡയലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഒരു സെക്കൻഡ് ഹാൻഡ്, സാധാരണ വാച്ചിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ അതേപോലെ ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പഴയ മോഡലിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഇതിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് 2000 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു മോഡലാണ് ഈ പറയുന്നത്. ഇത് 37101A എന്ന് പറയുന്നൊരു മോഡലാണ്. നമ്മൾ സാധാരണ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ക്രൗൺ തന്നെയാണ്. ഈ ക്രൗൺ പുൾ ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൽ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നത് നമുക്ക് ഈ പുഷറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു പുഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഡേറ്റ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വാച്ച് നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഇതിൻ്റെ ബോക്സ് ആയിക്കോട്ടെ, ഇപ്പോൾ നല്ല വുഡൻ ബോക്സ്, ഇതൊക്കെ എക്സ്പെൻസീവാണ്. ഈ ഒരു ബോക്സ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകാൻ തന്നെ അറൗണ്ട് $1,000 പ്ലസ് ഒക്കെ ഈ ബോക്സിൻ്റെ വിലയുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ട്രാവൽ പൗച്ചാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന പൗച്ചാണ്. ഇതിൽ വാച്ച് ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ഈ നോട്ടിലെസ് മോഡൽസ്, ഈ മോഡൽസൊക്കെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒരു വശത്തും
അതേപോലെ ഇതിൻ്റെ റെയർനെസ് മറ്റൊരു വശത്തുമാണ്. അപ്പോൾ ഈ റെയർനെസ് കൊണ്ടാണ് ഈ വാച്ചസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ വാല്യൂ ഇത്രയധികം വില ഉണ്ടാവാൻ വിലയാകാനുള്ള കാരണം. പിന്നെ ഇതിലൊക്കെ ഉപരി പല ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ സമയമൊക്കെ 24 hours തന്നെയല്ലേ, സമയമൊക്കെ എല്ലാ വാച്ചുകളിലും 24 hours തന്നെയാണ്. നമുക്ക് വാങ്ങാൻ പറ്റാത്തൊരു സാധനമാണ് സമയം. പക്ഷേ ഇതിന് ഒരു കൊമോഡിറ്റി പോലെ തന്നെ റീസെയിൽ വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വാച്ച് ലൈഫിൽ ഈ എക്സ്പീരിയൻസിൽ ഈ വാച്ച് ഏകദേശം നമ്മൾ നാട്ടിലൊരു 20 ലക്ഷം രൂപയ്ക്ക് വരെ വാങ്ങിച്ചതും വിറ്റതും ഓർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വാച്ചിൻ്റെ വില 1,25 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് പാത്തക് ഫിലിപ്പിനെ പോലെയുള്ള മറ്റു പല ബ്രാൻഡുകളുണ്ട്. ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട്ലെസ്സിനെ കുറിച്ച് പറയുന്നത്. ഇനിയും ഒരുപാട് നോട്ട്ലെസ്സസ് ഉണ്ട്, ഒന്നിച്ച് ഒരൊറ്റ സമയത്ത് നിങ്ങൾക്ക് കാണിക്കണ്ട എന്നുള്ളതുകൊണ്ട് അതിൻ്റെ സർപ്രൈസ് അവിടെ കിടക്കട്ടെ. വീണ്ടും വരുന്ന ഏതെങ്കിലും എപ്പിസോഡിൽ നിങ്ങൾക്ക് കൂടുതൽ വാച്ചുകളുടെ വിശേഷങ്ങളായി കാണാം.